ഈ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തോട്ട് ദേ ഈ കഷ്ണം എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ബ്രൊക്കോളി, കറിവേപ്പില, പച്ചമുളക്, പൊട്ടറ്റോ, ക്യാരറ്റ്, സവാള, തക്കാളി ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യം നമ്മളൊരു മിക്സഡ് വെജിറ്റബിൾ സ്റ്റൂ ആണ് വെക്കുന്നത്. ബ്രൊക്കോളിയൊക്കെ ചേർത്ത് വെറൈറ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം. ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, കുരുമുളക് ഇട്ട് കൊടുക്കുക, ഇഞ്ചിയുടെ പൗഡർ ഇട്ട് കൊടുക്കുക. അങ്ങോട്ട് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഗരം മസാല ഇട്ട് കൊടുക്കുക. ഈ ഗരം മസാല പൗഡറിന് പകരം വേണമെങ്കിൽ പട്ട, അതൊക്കെ ഗ്രാമ്പു അതൊക്കെ പൊടിക്കാതെ ഇടാം. ബേ ലീഫ് രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിലിട്ട് കൊടുത്ത് ഇളക്കാം. തേങ്ങയുടെ രണ്ടാം പാലിനകത്ത് ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ഇതേ ആ കഷ്ണം വെന്തു. ഞാനകത്തോട്ട് കാഷ്നട്ടിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു തേങ്ങയുടെ ഒന്നാം പാൽ ഇതും ഒഴിച്ച് നമുക്ക് വൃത്തിയായിട്ട് ഇളക്കിയെടുക്കാം. അതിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിലൊന്ന് പറ്റിച്ചെടുക്കാം. ഇതേ നമ്മുടെ കറി ഒന്ന് തുറക്കാം. ദാ നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ സ്റ്റൂ, ക്രിസ്മസ് സ്പെഷ്യൽ സ്റ്റൂ വിത്ത് അപ്പവും മിക്സഡ് വെജിറ്റബിൾ സ്റ്റൂവും.